ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ സമയമാണല്ലോ. ഉത്സവങ്ങളെ അതിന്റെ എല്ലാ തനിമയോടും കൂടി ആസ്വദിക്കുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് എല്ലാം കൂടിക്കലർന്ന് മത്സരബുദ്ധിയോടെ വീക്ഷിക്കുന്ന ചില ആളുകൾ. അവർക്ക് ഏറ്റവും ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് ആന എഴുന്നള്ളിപ്പും തിടമ്പേറ്റലും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒത്ത ഉയരവും അതിനൊത്ത എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ഒരു ഗജരാജനെ പറ്റിയാണ്. കണ്ടംപുള്ളി ബാലനാരായണൻ. ഒരു മനുഷ്യനെ ഊഹിക്കാവുന്നതിലപ്പുറം ഉയരക്കേമനായിരുന്ന ഒരാന 1917 ചരിഞ്ഞ ചെങ്ങന്നൂർ രംഗനാഥിന് ശേഷം മലയാളക്കര കണ്ട ഉയര കൊടുമുടിയായ ഗജരാജൻ കണ്ടംപുള്ളി ബാലനാരായണൻ. അസാധാരണമായ ഉയരപ്പെരുമയ്ക്കപ്പുറം ആരും ഭയക്കുന്ന ലക്ഷണവും ഒത്തുചേർന്നവൻ. കണ്ടംപുള്ളി ആനയുണ്ടെങ്കിൽ ഉത്സവത്തിറമ്പിലേക്ക് മറ്റൊരു ആനയും കണ്ണെറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഉറപ്പാക്കിയിരുന്ന ഏതാനും പതിറ്റാണ്ട്. ഒപ്പത്തിനൊപ്പം പോയിട്ട് ബാലനാരായണന്റെ തോളൊപ്പം പിടിക്കാൻ മറ്റൊരുത്തിനും എത്തിപ്പെടാൻ പറ്റാതിരുന്ന കാലഘട്ടം. ആനയുടെ ലക്ഷണങ്ങളെക്കാളും ഒറ്റനോട്ടത്തിലുള്ള ഭംഗിയേക്കാളും തലയെടുപ്പിനേക്കാളും അധികം ഇരിക്കസ്ഥാനത്തിന്റെ ഉയരം എന്ന പൊക്കം മാത്രം മാനദണ്ഡമാക്കപ്പെടുന്ന മത്സരപൂരങ്ങളിലായിരുന്നു കണ്ടംപുള്ളി വീരന്റെ കത്തിക്കയറലുകൾ. സ്വഭാവം കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുഴി അടിച്ച ആനകളിൽ മുൻപന്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലനാരായണൻ. കുന്നംകുളത്തിനടുത്തുള്ള ആനത്തറവാടായ കണ്ടംപുള്ളി തറവാട്ടിലാണ് ബാലനാരായണൻ 1970കളുടെ ആരംഭത്തിൽ ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് വരവേറ്റത് പട്ടാമ്പി സ്വദേശിയായ ഉദയവർമ്മൻ വക്കീലായിരുന്നു. കൂടാതെ ബാലനാരായണനെ പട്ടാമ്പി ആനയെന്നും അറിയപ്പെട്ടിരുന്നു. കേരളത്തിലെത്തി 33-ാം ദിവസം തന്നെ ഈ ആന അതിന്റെ പാപ്പാനെ വകവരുത്തിയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ ഉദയവർമ്മ വക്കീലിനെ ഒരുപാട് ഭയപ്പെടുത്തിയെങ്കിലും ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്ന മട്ടിലായിരുന്നു നമ്മുടെ ബാലനാരായണന്റെ പോക്കെന്ന് പറയുന്നത്. പർവ്വതം പോലൊരു ആന സാധാരണ ആനകൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടിക്കനമുള്ള ചങ്ങലയായിരുന്നു ബാലനാരായണന് ഉപയോഗിച്ചിരുന്നത്. അധികം വൈകാതെ രണ്ടാം പാപ്പാനെയും അവൻ വകവരുത്തി. പിന്നീട് ഈ ആനയ്ക്ക് വേണ്ടി പാപ്പാനെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ആന മാറി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഉദയവർമ്മൻ വക്കീല് പട്ടാമ്പി ആനയെ വിൽക്കുന്നു. മേടിച്ചതാകട്ടെ ആനപരിപാലനത്തിൽ അനേകം അനുഭവ സമ്പത്തുള്ള കണ്ടംപുള്ളി തറവാട്ടിലെ ബാലന്. അങ്ങനെ പട്ടാമ്പി ആന കണ്ടംപുള്ളി ബാലനാരായണനായി മാറുകയാണ്. സ്വഭാവ ദൂഷ്യം കൊണ്ട് കൊള്ളുന്ന മയക്കുവെടികൾക്ക് ഒരു കണക്കും പിന്നീട് ഇല്ലാതെയായി. വരുത്തിവെക്കുന്ന നഷ്ടങ്ങളും വളരെ കൂടുതലായിരുന്നു. കൂടാതെ കൊള്ളുന്ന മയക്കുവെടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും തുടരെ മാറിവിടുന്ന പാപ്പാമാരുടെ കെട്ടിയഴിക്കലുകളും മർദ്ദനങ്ങളും കാരണം ഈ ആനയുടെ തണ്ടും തടിയും എല്ലാം നഷ്ടമാകാൻ തുടങ്ങി. അവസാന നാളുകളിൽ ബാലനാരായണൻ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ ബാലനാരായണന്റെ മനസ്സിൽ ഇടം പിടിച്ച ചിലരുണ്ടായിരുന്നു. ഉദയവർമ്മൻ വക്കീലിന്റെ വീട്ടിൽ ഒരു സഹോദര പത്നിയായിരുന്നു ഇഷ്ടക്കാരിയെങ്കിൽ കണ്ടംപുള്ളി വീട്ടിൽ ബാലന്റെ അമ്മ പാറുമുത്തശ്ശിയായിരുന്നു. സ്വഭാവത്തിൽ തന്നെ നല്ല നേരം നോക്കി അടുത്ത് ചെന്നില്ലെങ്കിൽ മനുഷ്യരെ പറപ്പിക്കുന്ന ബാലനാരായണൻ മതപ്പാടിൽ കലിപൂണി നിൽക്കുമ്പോൾ പാറുമ്മ അടുത്ത് ചെല്ലുമ്പോൾ ബാലനാരായണൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ബാലനാരായണന്റെ അവസാന നാളുകൾ എത്തിയപ്പോഴത്തേക്ക് ആരോഗ്യസ്ഥിതി പൂർണ്ണമായി മോശമാകാൻ തുടങ്ങി. ഇതറിഞ്ഞ് നാടു എഴുത്തച്ഛൻ ഗ്രൂപ്പ് നമ്മുടെ ബാലനാരായണനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ബാലനാരായണൻ നാടു എഴുത്തച്ഛൻ ശിവശങ്കരനായി മാറി. ആ ഗ്രൂപ്പ് അവനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിൻകാലത്തേറ്റ മയക്കുവെടികളുടെ ആഘാതം മൂലം അവന്റെ ആരോഗ്യം തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിരുന്നു. പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായി ഒരു നാൾ ലോറിയിൽ കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ ബാലനാരായണൻ എന്ന നാടു എഴുത്തച്ഛൻ ശിവശങ്കരൻ കുഴിഞ്ഞു വീണ് അന്ത്യശ്വാസം വരികയാണ്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഊഹിക്കാൻ കഴിയാത്ത ഹിമാലയ രാജനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി കണ്ടംപുള്ളി നാരായണൻ അങ്ങനെ ചരിയുകയാണ്. അപ്പൊ ഇതുപോലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.